CPM കാലങ്ങളായി പ്രചരിപ്പിക്കുന്ന പെരും നുണകളിലൊന്നാണ് പള്ളിക്ക് കാവൽ നിന്ന് രക്തസാക്ഷിയായ കുഞ്ഞിരാമൻ്റെ കഥ. മരിച്ചുപോയ കോൺഗ്രസ് നേതാവ് PT തോമസ് നിയമസഭയിൽ തെളിവ് സഹിതം ഇക്കാര്യം പൊളിച്ചടുക്കിയതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന് കൊടുത്ത അഭിമുഖത്തിൽ AK ബാലൻ വീണ്ടും ഈ കഥ ആവർത്തിക്കുന്നത് കണ്ടു. അക്കാര്യത്തിൻ്റെ അതിശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായി നിങ്ങൾ അറിയുമെന്നറിയില്ല എത്ര രക്തസാക്ഷികളാണ് ഞങ്ങൾക്കുണ്ടായത്. ഈ മതന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള നരനായാട്ട് ഈ കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഇവരാരെങ്കിലും രംഗത്തുണ്ടായിരുന്നു? കൂത്തുപറമ്പിലെ നിർവേലിയിലെ കുഞ്ഞിരാമൻ, ഞാനന്ന് ബ്രണ്ണംകുളയിൽ പഠിക്കുക, ഞാനന്നൊരു പള്ളിക്ക് സറാമിക്ക് കാവലും ഞാൻ വെള്ളമൊക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറുകുനിയിൽ പറഞ്ഞ മനസ്സിലായില്ലേ, ഇതാ മാപ്പിളേൻ്റെ പോകണതാ പോകുന്നത് നോക്കുമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പരിഹസിച്ചത്. ആ UK കുഞ്ഞിരാമനെ ഒരു അമ്പലത്തിൽ ഒരു പള്ളിക്ക് കാവൽ നിന്നിട്ടാണ് പുളീൻ്റെ കൊമ്പ് കൊണ്ട് തല്ലിക്കൊന്നത് അദ്ദേഹത്തെ. തലശ്ശേരി കലാപം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയ വിധേയത്തിൽ കമ്മീഷൻ ഒരിടത്തു പോലും പള്ളിക്ക് വേണ്ടി കാവൽ നിന്ന് രക്തസാക്ഷിയായ കുഞ്ഞിരാമൻ്റെ പേര് പറയുന്നില്ല. കുഞ്ഞിരാമനെ പള്ളിക്ക് കാവൽ നിന്ന രക്തസാക്ഷിയായി അവതരിപ്പിക്കുന്ന CPM നേതാക്കളോട് പറയാനുള്ളത്, ഒന്നാമതായി CPM കാവൽ നിന്നു എന്ന് പറയുന്ന മെരുവമ്പായി പള്ളിയിൽ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള അളകാപുരിയിലെ കള്ളുഷാപ്പിൽ വെച്ചാണ് കുഞ്ഞിരാമൻ കൊല്ലപ്പെടുന്നത്. കള്ളുഷാപ്പിൽ വെച്ച് KT ബാലകൃഷ്ണൻ എന്നയാളുമായുണ്ടായ വാക്തർക്കത്തിനിടെ അദ്ദേഹത്തിൻ്റെ കുത്തേറ്റാണ് കുഞ്ഞിരാമൻ മരിച്ചത്. ആ കുഞ്ഞിരാമനെയാണ് CPM പള്ളിക്ക് കാവൽ നിന്ന രക്തസാക്ഷിയായി കേരളത്തിൽ എല്ലായിടത്തും അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ശൈലജ ടീച്ചർ 61,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മാങ്ങാട്ടിടം പഞ്ചായത്തിൽ CPM പള്ളിക്ക് കാവൽ നിന്നു രക്തസാക്ഷിയായി എന്ന് പറയുന്ന കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ട അതേ വാർഡിൽ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CPM 4ാം സ്ഥാനത്താണ്. വെറും 88 വോട്ട് മാത്രമാണ് ഈ വാർഡിൽ CPMന് നേടാൻ കഴിഞ്ഞത്. ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഈ വാർഡിൽ CPMന് ലഭിച്ച ഈ വോട്ടിൻ്റെ കണക്ക് മതി CPM പ്രചരിപ്പിക്കുന്നത് കള്ളക്കഥയാണ് എന്ന് മനസ്സിലാക്കാൻ. ഈ പ്രദേശത്തുള്ള ന്യൂനപക്ഷങ്ങൾ CPMനെ ചേർത്ത് നിർത്തുന്നില്ല എന്നത് വസ്തുതയാണ്. ഇപ്പോൾ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനും മുസ്ലിം വിദ്വേഷം പരത്താനും BJPയോടൊപ്പം മത്സരിക്കുന്ന CPM നേതാക്കളെയാണ് ന്യൂനപക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് മറുപടിക്കാൻ വേണ്ടിയാവാം ബാലൻ ഈ കഥയുമായി വീണ്ടും വന്നിട്ടുള്ളത്. സഖാവ് ബാലനോടും അതുപോലുള്ള CPMൻ്റെ നേതാക്കളോടും പറയാനുള്ളത്, കുഞ്ഞിരാമൻ മരിച്ചത് പള്ളിക്ക് കാവൽ നിന്നിട്ടല്ല, കള്ളുഷാപ്പിൽ വെച്ച് കുത്തേറ്റാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ CPMനെ ചേർത്ത് നിർത്തുന്നില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതുകൊണ്ട് കേരളത്തിൽ CPM നടത്തുന്ന ഈ കള്ളപ്രചാരണം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.